ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്റ്റുഡൻസ് ഗൈഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് ലിവിംഗ് വേൾഡിന്റെ ലെക്ചർ നമ്പർ 2 വന്നിരിക്കുന്നത്. സ്റ്റുഡൻസ് ലെക്ചർ നമ്പർ 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് ലെക്ചർ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ലെക്ചറിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയി വീഡിയോ കാണാവുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ആദ്യമേ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിംഗ് തിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ മെറ്റബോളിസം, സെക്കൻഡ് വൺ സെല്ലുലാർ ഓർഗനൈസേഷൻ, തേർഡ് വൺ കോൺഷ്യസ്നസ്. ഇത് മൂന്നുമാണ് പഠിച്ചത്. പിന്നെ നമ്മൾ നോമൻക്ലേച്ചർ പഠിച്ചു. ബൈനോമിയൽ നോമൻക്ലേച്ചർ ലിനിയസ് ആണ് അത് കൊണ്ടുവന്നത്. അത് പഠിച്ചു. പിന്നെ അതിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ICBN എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഈ ഓർഗനൈസേഷൻ ആണ് നമ്മുടെ പ്ലാന്റ്സിന് സയന്റിഫിക് നെയിംസ് എല്ലാം കൊടുക്കുന്നത്. ICBN എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അതുപോലെ അനിമൽസിന് കൊടുക്കുന്നത് ICZN, ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അപ്പൊ ഇത് രണ്ടും ഞാൻ വിട്ടുപോയതാണ്, അപ്പൊ അതുകൂടെ പറയുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ച ക്ലാസിഫിക്കേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ പഠിച്ചു. പിന്നെ ടാക്സോണമി പഠിച്ചു. പിന്നെ സിസ്റ്റമാറ്റിക്സ് പഠിച്ചു. നമ്മൾ സിസ്റ്റമാറ്റിക്സ് ലാറ്റിൻ വേർഡ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ സിസ്റ്റമാറ്റിക്സ് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സോണമിക്കൽ കാറ്റഗറീസ് എന്ന് പറയുന്ന പോർഷൻ ആണ്. അപ്പൊ നമുക്ക് അതിലോട്ട് പോകാം. ടാക്സോണമിക് കാറ്റഗറീസ്. ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഓർഗനൈസേഷനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് അറിയായിരിക്കും. അത് ഞാൻ എഴുതാം. സ്പീഷീസ്, പിന്നെ അതിന്റെ മുകളിലായിട്ട് ജീനസ്, പിന്നെ അതിന്റെ മുകളിലായിട്ട് ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, പിന്നെ കിങ്ഡം. ഇങ്ങനെയായിരുന്നു നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തത്. അപ്പം ഈ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഓരോ യൂണിറ്റും, അതായത് സ്പീഷീസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്, ജനസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്, ഫാമിലി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്, ഓർഡർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്, ക്ലാസ്, ഫൈലം, കിങ്ഡം എന്നൊക്കെ പറയുന്ന ഓരോ യൂണിറ്റ് ആണ്. അപ്പൊ ഈ ഓരോ യൂണിറ്റിനെ നമ്മൾ കാറ്റഗറി എന്നാണ് പറയുന്നത്. കാറ്റഗറി എന്നാണ് പറയുന്നത്. ഓരോ യൂണിറ്റിനെയും കാറ്റഗറി എന്ന് പറയും, അല്ലെങ്കിൽ റാങ്ക് എന്നും പറയാറുണ്ട്. കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക്. ഓരോ യൂണിറ്റിനെയും നമ്മൾ കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയണം. പിന്നെ നമ്മൾ ടാക്സോണമി ബേസിസിലാണല്ലോ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാറ്റഗറിയെ നമ്മൾ ടാക്സോണമിക്കൽ കാറ്റഗറി എന്നും പറയും. ടാക്സോണമിക്കൽ കാറ്റഗറി എന്നും പറയും. ഈ ഓരോ യൂണിറ്റിനെയും ടാക്സോണമി ബേസിസിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് ഈ ഓരോ യൂണിറ്റിനെ നമ്മൾ ടാക്സോണമിക്കൽ കാറ്റഗറി എന്നും പറയും. അല്ലെങ്കിൽ ഓർ ടാക്സ എന്ന് പറയും. ടാക്സ അത് പ്ലൂറൽ ആണ്. സിംഗുലർ എന്ന് പറയുന്നത് ടാക്സോൺ. അപ്പൊ നമുക്ക് ഇത് നോക്കാം. ഒന്നുമില്ല, ഫസ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ, പിന്നെ കിങ്ഡം. അതിൽ തന്നെ ഓരോ യൂണിറ്റിനെയും
നമ്മൾ കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്നാണ് പറയുന്നത്. മനസ്സിലായി? കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക്. പിന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ടാക്സോണമി. ടാക്സോണമിയുടെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ടാക്സോണമിക്കൽ കാറ്റഗറി എന്നും പറയും, അല്ലെങ്കിൽ ടാക്സോൺ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാക്സോണമിക്കൽ കാറ്റഗറി, ടാക്സോൺ, കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് ഇതെല്ലാം ഏകദേശം ഒന്നാണ്. അപ്പൊ അതാണ് കാര്യം. പിന്നെ നോക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഒരു ഓർഗനൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊന്നും കൊണ്ട് ഇഷ്ടമുള്ള കാറ്റഗറിയിൽ ഇടാൻ പറ്റൂല. അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ഓർഗാനിസം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആദ്യം സ്പീഷീസ് ലെവലിൽ വെച്ച് സിമിലാരിറ്റി നോക്കും, പിന്നെ അതിന് ജിനസ് ലെവലിൽ വെച്ച് സിമിലാരിറ്റി നോക്കും, പിന്നെ ഫാമിലി ലെവലിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യും, പിന്നെ ഓർഡർ ലെവലിൽ ഗ്രൂപ്പ് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ക്ലാസിഫൈ ചെയ്ത്, സ്പീഷീസ് ആണ് ഏറ്റവും ബേസിൽ വരുന്നത്, അവിടെ നിന്ന് ക്ലാസിഫൈ ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. അപ്പൊ ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ പോകുന്നത്. അപ്പൊ മൊത്തം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടാക്സോണമിക്കൽ ഹൈറാർക്കി. ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ക്ലാസിഫൈ ഓരോ സ്റ്റെപ്പ് ബൈ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ മൊത്തം സ്റ്റെപ്പിനെയും കൂടെ ചേർത്താണ് നമ്മൾ ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ്. ഈ ടാക്സോണമിക്കൽ കാറ്റഗറീസ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ് ഇത്. അപ്പൊ ടാക്സോണമിക്കൽ കാറ്റഗറി എന്ന് പറയുന്നതാണ് എന്താണ്, ഈ ക്ലാസിഫിക്കേഷനിൽ ഓരോ യൂണിറ്റിനെ നമ്മൾ പറയുന്നതാണ് ടാക്സോണമിക്കൽ കാറ്റഗറീസ് അല്ലെങ്കിൽ ടാക്സോൺ അല്ലെങ്കിൽ കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക്. ഇതിന് ഓരോ യൂണിറ്റിന് പിന്നെ മൊത്തം നമ്മൾ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്ന മൊത്തം സ്റ്റെപ്പിനെയും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഓരോ റാങ്കിൽ അല്ലെങ്കിൽ ഓരോ ടാക്സിയിലും നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമിലാരിറ്റി ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് മോർ സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ടാക്സയിലോട്ട് ആക്കും. ഇവ സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ്, അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് പക്ക കറക്റ്റ് ആയിരിക്കണം. അതായത് നമ്മൾ ഈ ഒറ്റ നോട്ടത്തിലൊക്കെ രണ്ടുപേര് കാണുമ്പോൾ ഒരേപോലെ ഇരിക്കും എന്ന് അറിയില്ലേ, അതേപോലെ മോർഫോളജിക്കലി ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് അവർ കാണിക്കണം. അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ രണ്ടുപേരും ഒരേപോലെ ഇരിക്കണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സ്പീഷീസിലോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഇതേപോലത്തെ മൂന്നാല് സ്പീഷീസ് എടുത്തിട്ട് അതിന് സിമിലാരിറ്റി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിമിലർ ആയിട്ട് വരുന്ന സ്പീഷീസിനെ ജിനസിലോട്ട് കൊണ്ടുപോകും, ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി വരുന്ന ജിനസിനെ ഫാമിലിയിലോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് ഹൈ ഓർഡറിലോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഈ സ്പീഷീസിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ കോംപ്ലിസിറ്റി അത് കൂടിക്കൊണ്ടിരിക്കും. അതായത് ക്ലാസിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. കാരണം മുകളിലോട്ട് പോകുന്തോറും സിമിലാരിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അത്രയും ഡെപ്തിൽ ഇരുന്ന് നമുക്ക് നോക്കേണ്ടി വരും ഈ ഏതൊക്കെ ഓർഗാനിസംസ് ആണ് മോർ സിമിലർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചാണ് ഫൈലം ആർത്തോപോഡ, പിന്നെ ഫൈലം മൊളസ്ക. ഇത് രണ്ടും വ്യത്യാസമാണ്. അല്ലെങ്കിൽ കോറഡേറ്റയും അനലിഡയും ഈ രണ്ടും വ്യത്യാസമാണ്. പക്ഷെ അവര് കിങ്ഡ അനിമേലിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ അകത്താണ് അവർ വരുന്നത്. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ നമ്മൾ അതിന്റെ അതിന് മോർഫോളജി അല്ല അവിടെ നമ്മൾ നോക്കുന്നത്. അവിടെ നമ്മൾ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സും സെൽ ഓർഗനൈസേഷനും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. എന്നിട്ടാണ് അതിന് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം മുകളിലോട്ട് പോകുന്തോറും ക്ലാസിഫൈ ചെയ്യാനുള്ള ഡിഫിക്കൽറ്റിയും ലെവലും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. നമുക്ക്
ഓരോ ടാക്സെയും ഇനി നമുക്ക് എക്സാമ്പിൾ വൈസ് NCERT ബേസ്ഡ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഗൈഡോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കോ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ എക്സാമ്പിൾ അത് പഠിച്ചാലും തീരാത്ത അളവിൽ എക്സാമ്പിൾസ് വന്നുകൊണ്ടേയിരിക്കും കടല് പോലെ. അപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് അതൊന്നും പഠിക്കാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ മറ്റേ കറണ്ട് അടിച്ച് തലയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഇരിക്കും. അതായത് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ മെയിൻ ആയിട്ടും NCERT പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. വെളിയിൽ നിന്നും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് എന്താണ് എത്രയും പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ സമയത്ത് കൂടുതൽ മാർക്ക് എടുക്കണം. അതാണ് നമ്മളെ എയിം. അല്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന് ഓവറായിട്ട് പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഗുണവുമില്ല. അത് ചിലപ്പോൾ ഗുണം കാണുന്നതിന് നമുക്ക് കുറച്ച് കൂടുതൽ അറിവ് കിട്ടും എന്നല്ലാതെ വേറെ അതുകൊണ്ട് നമുക്ക് എക്സാം പേപ്പറിൽ നമ്മളെ പ്രോഗ്രസ് കാർഡിൽ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ സമയത്ത് കൂടുതൽ മാർക്ക് കിട്ടണം. ഈ ബയോളജി ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് വെളിയിലത്തെ ഗൈഡ് ഒന്നും നോക്കരുത്. NCERT പക്ക NCERT തന്നെ നിങ്ങൾ ബേസ് ചെയ്തിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് നല്ല ഒരു സ്കോർ നിങ്ങൾക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് സ്പീഷീസിലോട്ട് പോകാം. സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് ഉള്ളവരാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് ഡോഗ് എന്ന് പറഞ്ഞെടുക്കണം. അപ്പൊ നമുക്ക് അതില് നോക്കാൻ നേരത്ത് ഒരു 2 ഡോഗ് എടുത്തു കഴിഞ്ഞാൽ അവരെ കാണാൻ ഒരുപോലെ ഇരിക്കും. അപ്പൊ അവരെ രണ്ടുപേരും ചേർത്ത് 2 ഓർഗാനിസം അതിന് രണ്ടുപേരും ചേർത്ത് ഡോഗ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിന്റെ അകത്ത് കൊണ്ടുപോകും. എലിഫന്റ് എടുക്കുകയാണ്. ആ 2 ഓർഗാനിസം സിമിലാരിറ്റി നോക്കുന്നത് രണ്ടുപേരും മോർഫോളജിക്കലി പക്ക സിമിലർ ആണ്. അപ്പൊ അതിന് എലിഫന്റ് എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പിന്റെ അകത്ത് കൊണ്ടുവന്നു. അപ്പൊ അതുപോലെ ഡോഗ്, ക്യാറ്റ്, എലിഫന്റ്, ലയൺ, ടൈഗർ, പെൻഗ്വിൻ, മങ്കി ഒക്കെ പറയുന്ന അതൊക്കെ ഓരോ സ്പീഷീസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്പീഷീസിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത് ജനസിലോട്ട് പോകാം. ജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 3-4 സ്പീഷീസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി കാണിക്കുന്നതിനാണ് കാണുന്ന സ്പീഷീസിനാണ് നമ്മൾ കമ്പയർ ചെയ്ത് ഒരു ജിനസിന്റെ അകത്ത് കൊണ്ടുവരുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പാന്തറ എന്ന് പറയുന്ന ജിനസ് ആണ്. പാന്തറ ജിനസ് അതിൽ വരുന്നതാണ് നമ്മുടെ പാന്തറ ലിയോ. പാന്തറയ്ക്ക് വരെ ഇവിടെ P എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇവിടെ സ്മോൾ L വേണം എടുക്കാൻ. സ്മോൾ L ആണ് ക്യാപിറ്റൽ L. നമ്മൾ ക്യാപിറ്റൽ എഴുതാൻ പാടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പാന്തറ ലിയോ. അടുത്ത വേണമെങ്കിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. പാന്തറ ലിയോ. അത് കഴിഞ്ഞിട്ട് വരുന്നത് പാന്തറ ടിഗ്രിസ്. അത് കഴിഞ്ഞ് വരുന്നത് പാന്തറ പർഡസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? പാന്തറ ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയൺ ആണ്. പാന്തറ ടിഗ്രിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗർ ആണ്. പാന്തറ പർഡസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെപ്പോർഡ് ആണ്. അപ്പൊ അവര് 3 പേരും 3 സ്പീഷീസ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അവരെ എല്ലാം ഒരുമിപ്പിച്ച് പാന്തറ എന്ന് പറയുന്ന ഒരു ജിനസിന്റെ താഴെ കൊണ്ടുപോകും. അപ്പൊ ആനിമൽസിന്റെ കേസിൽ അതാണ് അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് പ്ലാന്റ്സിന്റെ കേസിലോട്ട് പോകാം. ഇവിടെ തന്നെ എഴുതാല്ലേ, കുഴപ്പമില്ല. സ്പീഷീസ് പ്ലാന്റ്സിന് എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ നമുക്ക് സോളനം എടുക്കാം. സോളനം സോളനം എന്ന് പറയുന്ന ജിനസ്. ഇതിൽ നമുക്ക് വരുന്നതാണ് സോളനം ട്യൂബിറോസം.
സോളാനം ട്യൂബറോസം, അടുത്ത സോളാനം നിഗ്രം, സോളാനം മെലോഞ്ചിന, സോളാനം മെലോഞ്ചിന. ഈ സോളാനം ജിനസ് ആണ് ഷോർട്ട് ഫോം ആയിട്ടാണ് എസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം സോളനം ട്യൂബറോസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ, സോളനം നിഗ്രം, നിഗ്രം എന്ന് പറയുന്നത് ബ്ലാക്ക്ബെറി, സോളനം മെലോഞ്ചിന, മെലോഞ്ചിന എന്ന് പറയുന്നത് ബ്രിഞ്ചാൾ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ, ബ്ലാക്ക്ബെറി, ബ്രിഞ്ചാൾ ഇവര് മൂന്ന് സ്പീഷീസ് ആണ്. അതിനെ മൊത്തത്തിൽ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്തു സോളനം എന്ന് പറയുന്ന ജിനസിന്റെ താഴെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജിനസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ മുകളിലോട്ട് പോകുന്നതും സിമിലാരിറ്റി ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അവ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. നമ്മൾ അനാട്ടമി ലെവലിൽ പോയി നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷെ ഇതില് അത്ര പാടില്ല, കാരണം ഇത് സെക്കൻഡ് ലെവലാണ്, അതുകൊണ്ട് വലിയ പാടില്ല. മുകളിലോട്ട് പോകാൻ നേരത്തെ വീണ്ടും കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത് സ്പീഷീസ്, ജിനസ്, ഫാമിലി, അടുത്ത ഫാമിലി നോക്കാം. ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഫാമിലി ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് മോർഫോളജിക്കൽ സ്ട്രക്ചർ വെച്ച് പറ്റില്ല. അപ്പൊ ഇതിന് നമ്മൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് പാർട്ടും വെജിറ്റേറ്റീവ് പാർട്ടും, റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പാർട്ട് പ്ലാന്റ്സിന്, അനിമൽസിലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. പ്ലാന്റ്സിന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് പാർട്സ് അത് നോക്കിയിട്ടാണ് ഫാമിലി നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് ഫാമിലിയുടെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് അനിമൽസ് നോക്കാം. ഫസ്റ്റ് അനിമൽസ് എന്ന് പറയുമ്പം പാന്തർ എടുക്കാം. പാന്തറ ഇതിൽ വരുന്നത് പാന്തറ ടിഗ്രിസ്, പാന്തറ പർഡസ്, പാന്തറ ലിയോ. ഇതും പിന്നെ നമ്മുടെ ഫിലിസ്, ഫിലിസ് എന്ന് പറയുന്ന ജിനസ്, ഫിലിസ് ജിനസിൽ വരുന്നതാണ് നമ്മുടെ ക്യാറ്റ്. പാന്തറ എന്ന് പറയുന്നത് ടൈഗർ, ലെപ്പേർഡ്, ലയൺ. ഫിലിസ് എന്ന് പറയുന്നത് ക്യാറ്റ്. ഈ രണ്ട് ജിനസിനെ നമ്മൾ ഒരുമിപ്പിച്ചിട്ട് ഫിലിഡേ എന്ന് പറയുന്ന ഫാമിലിയിലോട്ട് നമ്മൾ കൊണ്ടുവരും. അതായത് പാന്തറയും ഫിലിസ് എന്ന് പറയുന്ന ക്യാറ്റ് ജിനസും കൂടെ ഒരുമിപ്പിച്ച് നമ്മൾ ഫിലിഡേ എന്ന് പറയുന്ന ഫാമിലിയാണ്. ഇതാണ് നമ്മുടെ അനിമൽസിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് പ്ലാന്റ്സിന്റെ കേസ് നോക്കാം. പ്ലാന്റ്സിന്റെ കേസ് നോക്കുമ്പം പിറ്റൂണിയ, ഡെച്ചൂറ, ഉണ്ടായിരുന്നവരുടെ സോളനം. ഇത് നമ്മുടെ മൂന്ന് പ്ലാന്റ് ജിനസുകളാണ്. പിറ്റൂണിയ, ഡെച്ചൂറ, സോളനം. ഇതിനെ മൂന്ന് എഴുതി നമ്മൾ കമ്പൈൻ ചെയ്ത് സോളനേസിയെ ഫാമിലിയിൽ നമ്മൾ കൊണ്ടുവരും. പിറ്റൂണിയ, ഡെച്ചൂറ, സോളനം എന്ന് പറയുന്ന മൂന്ന് പ്ലാന്റ് ഫാമിലിയെ കമ്പൈൻ ചെയ്ത്, പ്ലാന്റ് ഫാമിലിയിലെ പ്ലാന്റ് ജിനസുകളെ കമ്പൈൻ ചെയ്ത്
സോളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിൽ കൊണ്ടുവരും. അപ്പൊ ഈ രണ്ട് ഫാമിലിയാണ് നമുക്ക് മെയിൻ ആയിട്ടും ടെസ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പഠിച്ചാൽ മതി. വേറെ വെളിയിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം പാന്തറ കാറ്റ് ഫാമിലി, കാറ്റ് ജീനസ് ആയ ഫിലിസും കൂടെ ചേർത്ത് ഫിലിഡെ, പ്ലാൻ ജീനസുകളായ പെറ്റൂണിയ, ഡെച്ചൂറ, സോളന, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് സോളനേസിയ ഫാമിലി. ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മാറ്റാം. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നതാണ് ഓർഡർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓർഡർ എന്ന് പറയുമ്പം 3-4 ഫാമിലീസ് കമ്പൈൻ ചെയ്ത് നമ്മൾ ഓർഡർ ആകും. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പ്ലാന്റ് ആദ്യം എടുക്കാം. പ്ലാന്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സോളനേസിയ ഫാമിലി നമ്മൾ നേരത്തെ പഠിച്ചു. സോളനേസിയയിൽ ഏതൊക്കെയാണ് വരുന്നത്? പിസ്റ്റൂണിയ, ഡെച്ചൂറ, സോളന. അത് വരുന്ന സോളനേസിയ ഫാമിലി. പിന്നെ സ്പെല്ലിംഗ് നോക്കിക്കോട്ടെ. കുഴപ്പമുള്ള എനിക്ക് തെറ്റുന്ന സ്പെല്ലിംഗ് ആണ്. അല്ല, സോറി, വി ആണ് കേട്ടോ. അല്ലേ? ഈ പറയാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? കൊൺവോൾവുലേസിയെ അല്ലെ? കൊൺവോൾവുലേസിയെ ഫാമിലി. അപ്പം നമ്മുടെ ഈ സോളനേസിയ ഫാമിലിയും കൊൺവോൾവുലേസിയ ഫാമിലിയും കൂടി നമ്മൾ ചേർത്ത് പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡർ ആണ്. സോളനേസിയെ പ്ലാൻ ഫാമിലിയും കൊൺവോൾവുലേസിയെ പ്ലാൻ ഫാമിലിയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ പോളിമോണിയൽസ് ആണ്. ഇതാണ് നമ്മളെ പ്ലാന്റിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ള എക്സാം. അടുത്ത നമുക്ക് അനിമൽസിന്റെ കേസ് നോക്കാം. അനിമൽസിന്റെ കേസിനാണെങ്കിൽ നമുക്ക് ഫിലിഡേസിയെ ഫിലിഡേസിയ ഫാമിലിയും കാനിഡെ ഫാമിലി. കാനിഡെ അനിമൽസിന്റെ കേസാണെങ്കിൽ നമുക്ക് ഫിലിഡേനുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിന് ഫിലിഡേസി എന്ന് പറഞ്ഞാൽ ഫിലിഡേനുണ്ട് കേട്ടോ. ഫിലിഡേനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റ് ഫാമിലിയിലെ ഫിലിസും പാന്തറയും കൂടെ ചേർത്ത് വരുന്ന ഫാമിലിയാണ് ഫിലിഡേ. ഇത് കാനിഡേ എന്ന് പറയുന്നത് ഡോഗ് ഫാമിലിയാണ്. ഡോഗ് ഫാമിലി. ഫിലിഡേ എന്ന് പറയുന്നത് നമ്മുടെ പാന്തറ ഫിലിസ് വരുന്ന ഫാമിലി. കാനിഡേ എന്ന് പറയുന്നത് നമ്മുടെ ഡോഗ് ഫാമിലി. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കാർണിവോറ എന്ന് പറയുന്ന ഓർഡറാണ്. അപ്പൊ പ്ലാന്റ്സിന്റെ കേസിൽ സോളനേസിയയും കൊൺവോൾവുലേസിയയും കൂടെ ചേർന്ന് പോളിമോണിയൽസ് ആവും. അനിമൽസിന്റെ കേസിൽ ഫിലിഡേയും കാനിഡേ എന്ന് പറയുന്ന ഡോഗ് ഫാമിലിയും കൂടെ ചേർത്ത് കാർണിവോറയാണ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിരിക്കുക. ഞാൻ നേരത്തെ ഫിലിഡേസി എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് സോറി, ഫിലിഡേ ആണ് കേട്ടോ. ഫിലിഡേ ഒന്ന് നോട്ട് ചെയ്തേര്.
ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഓർഡർ. അടുത്ത് വരുന്നത് ക്ലാസ്. അടുത്ത് വരുന്നത് ക്ലാസ് ആണ് കേട്ടോ. ക്ലാസ്. ഓക്കെ, അടുത്ത് വരുന്നത് ക്ലാസ്. ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കാർണിവോറ. കാർണിവോറ എന്ന് പറയുന്നത് നമ്മുടെ ഫിലിഡേ ഫിലിഡേയും കാനഡയും ഫാമിലിയും വരുന്ന ഓർഡറായ കാർണിവോറ. അതും പിന്നെ പ്രിമേറ്റ. പ്രിമേറ്റ എന്ന് പറയുന്നത് നമ്മുടെ മങ്കീസ് വരുന്ന ഫാമിലിയാണ് കേട്ടോ. പ്രിമേറ്റ അതായത് നമ്മുടെ ഗൊറില്ല, ചിമ്പാൻസി, അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന. പിന്നെ ഗിബൺ സിംഹവാലപുരമാണെന്ന് തോന്നുന്നു. അപ്പൊ അവരൊക്കെ വരുന്ന ഫാമിലിയാണ് പ്രിമാറ്റ. അപ്പം ഈ രണ്ട് കാർണിവോറയും പ്രിമാറ്റയും ഇതും കൂടെ ചേർന്ന് നമ്മുടെ ക്ലാസ് എന്തോ ആവും? മമേലിയാവും. ഓക്കെ, കാർണിവോറയും പ്രിമാറ്റയും കൂടെ ചേർന്ന് മമേലിയ എന്ന് പറയുന്ന ക്ലാസ് ആവും. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതിൽ നമുക്ക് അനിമലിന്റെ കേസ് മാത്രമേ പഠിക്കാറുള്ളൂ, പ്ലാന്റ് കേസ് നമുക്ക് പഠിക്കാറില്ല. അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തെടുത്തു. നോട്ട് ചെയ്താ 1 2 3. ഓക്കെ, ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഫൈൽ. മൂന്നാല് ക്ലാസ് ചേർന്നിട്ടാണ് ഒരു ഫൈലം ഉണ്ടാകുന്നത്. 4 സിമിലാരിറ്റി ബേസിസ്. ഇതെല്ലാം സിമിലാരിറ്റി ബേസിസിലാണ്. ഫൈലം ഉണ്ടാകുന്ന മോർ സിമിലർ ആയിട്ടുള്ള 2 ക്ലാസ് ചേർന്നിട്ടാണ് നമ്മുടെ ഫൈലം ഉണ്ടാകുന്നത്. അതായത് ഏതെടുക്കാം? ക്ലാസ് ഏതൊക്കെ എടുക്കാം? നമ്മുടെ ആംഫീബിയ എടുക്കാം. ആംഫീബിയ, ഏവ്സ് എന്ന് വെച്ചാൽ ബേർഡ്സ് ആണ് കേട്ടോ. പിന്നെ റെപ്റ്റൈൽസ്. അത് ഇത്രയാണ്. ഇനി ബാക്കി നിങ്ങൾക്ക് ഈ ക്ലാസ് ആംഫീബിയ, ഏവ്സ്, റെപ്റ്റൈൽസ്, ഫിഷസ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അടുത്ത ചാപ്റ്റർ അല്ല, അടുത്ത അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഈ ഫൈലം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഓക്കെ, ഇതാണ് ഫയൽ എന്താണെന്ന് പറഞ്ഞില്ല, സോറി. അപ്പൊ ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മുടെ കോർ ഡേറ്റ എന്ന് പറയുന്ന ഫയലും ഉണ്ടാകുന്നത്. ആംഫീബിയ, ഏവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സിന്റെ ക്ലാസ്, ബേർഡ്സ് വരുന്ന ക്ലാസ് ആണ് കേട്ടോ ഏവ്സ്. അപ്പൊ റൊക്ടേലിയ, ഏവ്സ്, ആംഫീബിയ, ഫിഷസ് വരുന്ന അത് എഴുതാത്തതാണ്. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് നമ്മുടെ കോർ ഡേറ്റ എന്ന് പറയുന്ന ഫൈലം. അപ്പൊ ഫൈലം കോർ ഡേറ്റ. ഇനി ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ആ ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പറ്റണ്ടേ? അപ്പൊ അടുത്തതിലോട്ട് പോവാം. അത് നമ്മളിപ്പോ ഏതായാലും നോക്കിയേ ഫൈലം. ഇനി എന്താണ്? ഫൈലം കമ്പൈൻ ചെയ്ത് കിങ്ഡം. ഓക്കെ, കിങ്ഡം നമ്മള് ഫൈലം പറഞ്ഞതുപോലെ പ്ലാന്റ്സിനും വിടുന്ന കേട്ടോ. പ്ലാന്റ്സിൽ ക്ലാസ്സുകൾ ചേർന്ന് ഡിവിഷനാണ്. ആ ഡിവിഷൻ പിന്നെ കമ്പൈൻ ചെയ്ത് പ്ലാന്റ് കിങ്ഡം. അത് നമുക്ക് ചാപ്റ്റർ പഠിക്കാനുണ്ട്. പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.
കിങ്ഡം എന്ന് പറയുമ്പോൾ 3-4 ഫൈലം അല്ലെങ്കിൽ 3-4 ഡിവിഷൻ അത് കമ്പൈൻ ചെയ്താണ് ഒരു കിങ്ഡം ഉണ്ടാകുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കോർഡേറ്റ, അനലിഡ, പിന്നെ എന്തെടുക്കാം, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ആർത്തോറോഡ് എടുക്കാം. ഇതുപോലത്തെ 3-4 നമ്മുടെ ക്ലാസ് 3-4 ഫൈലംസ് ചേർന്നാണ് നമ്മുടെ എന്തുണ്ടാവുന്നത്, കിങ്ഡം ഉണ്ടാവുന്നത്. അപ്പം ഇത് അനിലിഡ, ആർത്തോക്രോഡ ഇവരൊക്കെ ചേർന്ന് വരുന്ന ഉണ്ടാകുന്ന കിങ്ഡത്തിന്റെ പേരാണ് കിങ്ഡം. പിന്നെ അനിമല് ഇവര് 3-4 ചേർന്ന് വരുന്ന കിങ്ഡത്തിന്റെ പേരാണ് കിങ്ഡം അനിമേലിയ. അപ്പം നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ക്ലാസിഫിക്കേഷൻ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എക്സാമ്പിൾ ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഗൈഡിൽ വരുന്നതൊക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ല ഊടം പറഞ്ഞോ ഉദരവട്ടത്തോ പോയി കിടക്കേണ്ടി വരും. കാരണം ഭ്രാന്തായി പോകുന്നു. ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത എക്സാമ്പിൾസ് ആണ്, പരീക്ഷയ്ക്ക് വരാത്തതുമാണ്. അതൊക്കെ നമ്മൾ ഓവറായിട്ട് പഠിച്ചു വെറുതെ സമയം കളയാൻ നമുക്ക് സമയമാണ് ഇല്ലാത്തത്. അപ്പൊ നമുക്ക് NCERT വരുന്ന എക്സാമ്പിൾസ് മാത്രം പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ അടുത്തതിലോട്ട് പോവാം. അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്നത് ഏതാണ് നോക്കട്ടെ. അടുത്ത ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം നമുക്ക് അതിലോട്ട് പോവാം. ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാക്സോണമിക്ക് സ്റ്റഡി നടത്താൻ വേണ്ടി സ്റ്റഡിക്ക് കൂടുതൽ സ്റ്റഡി കുറച്ച് എഫിഷ്യന്റ് നടത്താൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ടാക്സോണമി സ്റ്റഡി നടത്താൻ കുറച്ച് സഹായിക്കുന്ന കാര്യങ്ങളാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഫസ്റ്റ് വരുന്നത് ഹെർബേറിയം. ഫസ്റ്റ് വരുന്നതാണ് ഹെർബേറിയം. ഹെർബേറിയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു പ്ലാന്റിന്റെ നമ്മൾ ഒരു സ്പെസിമെൻ നമ്മൾ കളക്ട് ചെയ്യണം. അതായത് ഒരു ലീഫോ ഒരു റൂട്ട് ടിപ്പോ അല്ലെങ്കിൽ ചെറിയൊരു ഷൂട്ട് പാർട്ടോ അങ്ങനെ പ്ലാന്റിന്റെ എന്തെങ്കിലും ഒരു പാർട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അത് ഒരു റയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ ചിലപ്പോൾ ഒരു കാട്ടിക്കൂടെ വല്ലതും പോയപ്പോൾ നമുക്ക് കിട്ടിയതായിരിക്കും. അപ്പൊ അതിനെന്ത് ചെയ്യും, നമുക്ക് അവിടെ വെച്ച് സ്റ്റഡി ഒന്നും നടത്താൻ പറ്റൂല. അപ്പൊ നമ്മളെ ലാബിലോട്ട് കൊണ്ടുവന്നിട്ട് ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുന്ന ഒരു സൗന്ദര്യം, അതില് നമ്മൾ ഈ കളക്ട് ചെയ്ത സ്പെസിമെനെ ഡ്രൈ ചെയ്ത് ആ പേപ്പറിലോട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു വയ്ക്കും. എന്നിട്ട് അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്, അതിന്റെ കോമൺ നെയിം എന്താണ്, അത് എപ്പോഴാണ് കണ്ടുപിടിച്ചത്, ആരാണ് കണ്ടുപിടിച്ചത്, എവിടെ വെച്ചാണ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ രൂപത്തിൽ എഴുതി നമ്മൾ ഒരു സ്റ്റോർ റൂമിൽ അതിനെ സൂക്ഷിച്ചു വെക്കും. ഇനി നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഇതിനെ കുറിച്ച് വല്ല പഠിക്കാനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ സാധനം എടുത്തിട്ട് നമുക്ക് ഇത് റെഫർ ചെയ്യാനാണ്. ഇതിന്റെ പേരെന്താണ്, ഇത് ഏത് സ്ഥലത്തു നിന്നാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെ നമുക്ക് ഭാവിയിൽ റെഫർ ചെയ്ത് നോക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഹെർബേറിയം. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു സ്ഥലത്ത് വളരുന്നത്, അതിന് ആവശ്യമായിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ഒരിക്കലും നമുക്ക് ആ ചെടിയെ ഡ്രൈ ചെയ്തൊന്നും സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും പഠിക്കാൻ പറ്റൂല. അതൊക്കെ നമുക്ക് ആ ഗ്രോത്ത്, ആ ചെടി വളരുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ ബിഹേവിയേഴ്സും അതിന്റെ സ്റ്റിമുലസ്, എൻവയോൺമെന്റ് സ്റ്റിമുലസിനെതിരെ അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ.
അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന പ്ലാന്റിനെ നമ്മൾ എടുത്ത് നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലും അതിന്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഏതെങ്കിലും പാർട്ടായിരിക്കും, ഇല്ലെങ്കിൽ അതിന്റെ സീഡ് ആയിരിക്കും, അങ്ങനത്തെ എന്തെങ്കിലും സംഭവം കൊണ്ടുപോകും നമ്മുടെ സ്ഥലത്തിട്ട് അതിന്റെ ഹാബിറ്റാറ്റ് ഒക്കെ ആർട്ടിഫിഷ്യലി നമ്മൾ കൊടുക്കുന്ന രീതിയിൽ അതിനെ വളർത്തും. അങ്ങനെ അത് വളർന്ന് അതിന്റെ ലൈഫ് സ്റ്റേജ് കംപ്ലീറ്റ് ആവുന്ന സമയം ആകുന്നതോറും നമ്മൾ അതിനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ ബിഹേവിയർ എന്തൊക്കെയാണ്. എന്നിട്ട് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ രൂപത്തിൽ എഴുതി വെക്കുക. അത് അതിന്റെ സയന്റിഫിക് നെയിം, നേരത്തെ ഹെർബേറിയം പറഞ്ഞ സയന്റിഫിക് നെയിം, അത് എപ്പോഴാണ് കണ്ടുപിടിച്ചത്, ഓതറിന്റെ പേര്, അതൊക്കെ നമ്മൾ എഴുതി സൂക്ഷിക്കും. അപ്പോൾ ആ ഒരു സ്പീഷീസിനെ നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഫേമസ് ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ പറയുകയാണെങ്കിൽ ക്യൂ, അത് ഇംഗ്ലണ്ടിലാണ്. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇനി അത് നമ്മൾ ഇന്ത്യയിൽ വരികയാണെങ്കിൽ നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, ഇത് വരുന്നത് നമ്മുടെ ഹൗറയിലാണ്. ഹൗറയിലാണ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ, നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. ക്ലിയർ ആണോ ബോർഡ്? ഓക്കെ, ക്ലിയർ. നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നത് നമ്മുടെ ഹൗറയിലാണ്. ഇനി അടുത്ത് നമുക്ക് ഫേമസ് ആയിട്ട് വരുന്നത് നമ്മുടെ ലക്നൌവിലുള്ളതാണ്. അത് വന്നിട്ട് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് ലക്നൌവിലാണ്. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നൗ. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ കുറച്ച് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മ്യൂസിയത്തിലോട്ട് പോകാം. മ്യൂസിയം, ഓക്കെ, മ്യൂസിയം. മ്യൂസിയത്തിൽ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ സ്പെസിമെൻസിനെ നമ്മൾ എന്ത് ചെയ്യും? പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ സ്പെസിമെൻ, അതിൽ ഒരു ജാറില് നമ്മള് പ്രിസർവേറ്റീവ് സൊല്യൂഷൻ, ഫോർമാലിൻ പോലുള്ള പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് എടുത്തിട്ട് അതിൽ നമ്മൾ ഈ സ്പെസിമെൻസിനെ ഇട്ട് എയർ ടൈറ്റ് ആയിട്ട് ആ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അത് നമുക്ക് ഇതുപോലെ ഭാവിയിൽ എന്തെങ്കിലും ഫർദർ സ്റ്റഡി നടത്തണമെങ്കിൽ അതിന് ആ സംഗതി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂസിയം ഉപയോഗിക്കുന്നത്. പിന്നെന്താണ്, അതിലിതുപോലെ സയന്റിഫിക് നെയിംസ് ഒക്കെ എഴുതി വെക്കാറുണ്ട്, ആരാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ എഴുതി വെക്കാറുണ്ട് മ്യൂസിയത്തിൽ. അത് നമുക്ക് ഫർദർ സ്റ്റഡീസ് നമുക്ക് ഈ സ്പെസിമെൻസിനെ കുറിച്ച് നടത്താനുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഈ ഇതേപോലത്തെ ഈ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് ഉള്ള ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ചില സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഗോട്ടിന്റെ സൈഗോട്ട് വന്നിട്ട് ചിലപ്പം 2 തലയുള്ള ആട് ജനിച്ചു, ഇല്ലെങ്കിൽ ഈ 2 തലയുള്ള പാമ്പ്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അതൊക്കെ ചില ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനറ്റിക് ഡിഫോർമിറ്റീസ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്പെസിമെൻസ് ഒക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ
ഈ സയന്റിസ്റ്റുകൾ അതിനെയൊക്കെ കളക്ട് ചെയ്ത് വെച്ച് പ്രിസർവ് ചെയ്യും. എന്നിട്ട് ഭാവിയിൽ ടെക്നോളജീസ് ഉപയോഗിച്ച് ആണ് നമുക്ക് എന്താണ് ഇതിന് കാരണം നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂസിയം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി പറയാനുള്ളത് സുവോളജിക്കൽ പാർക്ക്. ഓക്കെ, സുവോളജിക്കൽ പാർക്ക് ഇതിനെ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനുമായിട്ട് കമ്പയർ ചെയ്യാം. അതായത് അവിടെ നമുക്ക് പ്ലാന്റ് ബിഹേവിയർ പഠിക്കാനുള്ളതുപോലെ ഇവിടെ നമ്മൾക്ക് അനിമൽ ബിഹേവിയേഴ്സ് പഠിക്കണം. അപ്പൊ അനിമൽ ബിഹേവിയേഴ്സ് പഠിക്കണമെങ്കിൽ ഇപ്പൊ പോളാർ ബിയറിന്റെയും അല്ലെങ്കിൽ മറ്റേ വെള്ളം കടുവ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അപ്പൊ അതിന്റെയൊക്കെ ബിഹേവിയർ പഠിക്കുന്ന നമുക്ക് അവിടെ ഒരു 10-12 വർഷം നിന്ന് പഠിക്കാൻ പറ്റും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അവിടുത്തെ ആ അനിമൽ സ്പീഷീസിനെ, അതായത് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒക്കെ കാണുന്ന, അതായത് ഇപ്പം എലിഫാൻസ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഏഷ്യയിൽ മാത്രം കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ഏഷ്യൻ എലിഫാൻസ്. അത് നമ്മൾ ആഫ്രിക്കൻ എലിഫാൻസും ഏഷ്യൻ എലിഫാൻസും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏഷ്യൻ എലിഫാൻസ് ആണ് കുറച്ചും കൂടെ കാണുന്ന ഒരു ഭംഗി. അപ്പൊ അത് നമ്മുടെ ഏഷ്യയിൽ മാത്രം കാണുന്ന എലിഫാൻസ് ആണ്, മറ്റേത് ആഫ്രിക്കയിൽ മാത്രം കാണുന്ന ഒരു എലിഫാന്റ് ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഒരു ഓർഗാനിസം ആണ്. നമ്മൾ എൻഡിമിസം എന്ന് പറയുമെന്ന് തോന്നുന്നു, നേരെ ഓർമ്മയില്ല. നമ്മൾ എക്കോളജിയിലോ ബയോഡൈവേഴ്സിറ്റിയിലോ ഏതൊരു ചാപ്റ്ററിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ പോയി ഓർഗാനിസത്തിനെ കളക്ട് ചെയ്ത് നമ്മൾ എവിടെ കൊണ്ടുവരും, നമ്മൾ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ കൊണ്ടുവന്ന് അവിടെ ഇട്ട് വളർത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അതിന്റെ റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ, അതിന്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, അതിന്റെ ഫുഡ് ഹാബിറ്റ്സ്, അതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ സുവോളജിക്കൽ പാർക്കിൽ വരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അത് നമുക്ക് വരുന്ന കീ ആണ്. നമ്മൾ ഡി ആണ് മറന്നില്ല, ഒരു പോയിന്റ് ഒരു പോയിന്റ് മറന്നു. അടുത്ത കീ ആണ്. കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മറ്റേതൊക്കെ നമ്മൾ ബിഹേവിയേഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഡിസ്ക്രിപ്ഷൻ വൈസ്, അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വൈസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ഉള്ള ഒരു സംഗതിയാണ് കീ എന്ന് പറയുന്നത്. ഇതില് ഞാൻ എക്സാമ്പിൾ പറയാൻ കുറച്ചൊന്ന് മനസ്സിലാവും. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 2 സ്റ്റേറ്റ്മെന്റ്സിനെ കൂടെ നമ്മൾ ഒരുമിച്ച് കപ്ലെറ്റ് എന്നാണ് പറയുന്നത്. ഓരോ സ്റ്റേറ്റ്മെന്റിന് ലീഡ് എന്ന് പറയും. അപ്പൊ അത് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു സെല്ലിനെ കുറിച്ച് പഠിക്കുകയാണ്. നമുക്കൊരു സെല്ല് കിട്ടിയപ്പോ അത് നമുക്ക് എന്താണ് ഒരു സെല്ല് നമുക്ക് കൺഫേം ചെയ്യണം. അപ്പൊ അങ്ങനെ കൺഫർമേഷൻ കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് അതിനെ കുറിച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ വെളിയിൽ നിന്ന് പോകാം. അതായത് ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, ഒരു സെല്ലിന്റെ മൈക്രോസ്കോപ്പ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇഫ് ഇറ്റ് ഹാസ് cell wall, it has presence of cell wall, absence of cell wall. ഇങ്ങനെ 2 ബോക്സുകൾ കൊടുത്ത് ഇതാണ് കീ എന്ന് പറയുന്നത്. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ ഒരുമിച്ച് കപ്ലെറ്റ് എന്ന് പറയും. ഓരോ സ്റ്റേറ്റ്മെന്റും ലീഡ് എന്ന് പറയും. ഇതിലിപ്പോ നമ്മൾ നോക്കാൻ നേരത്ത് ഈ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോൾ സെൽ വാൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ അവോയ്ഡ് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് അവോയ്ഡ് ചെയ്തിട്ട് അടുത്ത കപ്ലെറ്റിലോട്ട് പോകും. അതായത് അടുത്ത നമ്മൾ സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദി കമ്പോണന്റ് ഓഫ് ദി സെല്ലുലോസ്
ഓർ ഗ്ലൈക്കോകാലിക്സ്. അപ്പൊ അങ്ങനത്തെ സംഭവം അപ്പൊ അതിലിപ്പോ നമുക്ക് സെല്ലുലോസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഗ്ലൈക്കോകാലിക്സിനെ കളഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് അടുത്ത കപ്ലെറ്റിലോട്ട് പോകും. അങ്ങനെ എന്താണ്, അങ്ങനെ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ കണ്ടുപിടിച്ചത് അനിമൽ സെല്ലാണോ പ്ലാന്റ് സെല്ലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ടീരിയ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗസിന്റെ സെല്ലാണോ ഫംഗയുടെ സെല്ലാണോ? അപ്പൊ അങ്ങനെ നമുക്കൊരു കൺഫോർമേഷനിൽ എത്തിപ്പെടാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കീ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കി വെച്ചിരിക്കേണ്ടത് കപ്ലെറ്റ് എന്താണ്, ലീഡ് എന്താണ്, ഇത് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതിയാവും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ അടുത്തതിലോട്ട് പോകാം. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാനുള്ള ഫ്ലോറ. ഫ്ലോറ ഫ്ലോറ എന്ന് പറയുന്നത് നമ്മള് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ കാണുന്ന പ്ലാന്റ് സ്പീഷീസ്, അതിനെയാണ് നമ്മൾ ഫ്ലോറ എന്ന് പറയുന്നത്, അല്ലേ? ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന പ്ലാന്റ്സിന്റെ ഹാബിറ്റാറ്റ്, അതായത് അതിന്റെ കണ്ടീഷൻ, ഗ്രോത്ത് കണ്ടീഷൻസ്, അതായത് നല്ല ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, പിന്നെ അതിന്റെ ഇത് സോയിൽ, നല്ല സോയിൽ ഏത് കമ്പോണന്റ് ആണ് റിച്ച് ആയിട്ടുള്ളത്, പിന്നെ അതിന്റെ റൂട്ട് നോഡ്യൂൾസിൽ ബാക്ടീരിയ റൈസോബിയ ഉണ്ടോ, അങ്ങനത്തെ അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കിക്കണം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫ്ലോറ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാന്റ്സ്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണുള്ളത്, അതിന്റെ ഹാബിറ്റാറ്റ് എങ്ങനെയാണ്, അതാണ് നമ്മുടെ ഫ്ലോറ എന്ന് പറയുന്ന സംഗതി നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് മാനുവൽസ് ആണ്. മാനുവൽസ് മാനുവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന സ്പീഷീസിന്റെ സയന്റിഫിക് നെയിംസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന കാര്യമാണ്, ഒരു സംഗതിയാണ് നമ്മുടെ ഒരു എയ്ഡാണ് മാനുവൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്ലോറയും മാനുവൽസ് ഒക്കെ നമ്മൾ എന്താണ് റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഗതികളാണ്. അപ്പം മാനുവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന സ്പീഷീസിന്റെ സയന്റിഫിക് നെയിംസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മുടെ മാനുവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. അടുത്തതെന്ന് പറയുന്നത് മോണോഗ്രാഫ്. ഗ്രാമാണോ ഗ്രാഫാണോ കിട്ടണ്ടേ? മോണോഗ്രാഫ് മോണോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിഫിക്കേഷനില് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാക്സോണിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ തരുന്ന ഒരു സംഗതിയാണ് നമ്മുടെ മോണോഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ പെർട്ടിക്കുലർ സ്പീഷീസ്, അതായത് നമ്മുടെ ഇപ്പൊ ഒരു ക്യാറ്റ് സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ഡോഗ് സ്പീഷീസ് എടുക്കുകയാണ്. അപ്പൊ ഡോഗ് സ്പീഷീസിനെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻ തരുന്ന ഒരു എയ്ഡാണ് നമ്മുടെ മോണോഗ്രാഫ് എന്ന് പറയുന്നത്. ജനസ് എടുക്കുകയാണെങ്കിൽ പാന്തറ എന്ന് പറയുന്ന ജനസിനെ അല്ലെങ്കിൽ മാൻജിഫറ എന്ന് പറയുന്ന ജനസിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ തരുന്നതാണ് നമ്മുടെ മോണോഗ്രാഫ്. അതിന് ഓരോ ടൈപ്സ് ആണ്, ഏത് ടൈപ്സ് ആണ് വരാം. ഇപ്പൊ ഫാമിലി ആണെങ്കിൽ ഫിലിഡ് അല്ലെങ്കിൽ കാൻഡർ ഫാമിലിയിൽ നമുക്ക് ഇൻഫർമേഷൻ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഫിലിഡ് അല്ലെങ്കിൽ കാൻഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലിയെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന
ഗ്രാഫാണ് നമ്മുടെ മോണോഗ്രാഫ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതില് ടേബിൾ 1. നിങ്ങളുടെ ടെസ്റ്റില് ടേബിൾ 1.1 ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കുറച്ച് ബയോളജിക്കൽ നെയിം, സയന്റിഫിക് നെയിം, പിന്നെ അതിന്റെ ഫാമിലി, ഓർഡർ, ക്ലാസ്, കിങ്ഡം, അതൊക്കെയാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളത്. അത് നിങ്ങൾ നോക്കിക്കോളൂ. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതാണ് ഇനി നമുക്ക് പഠിക്കുക. അതാണ് നോക്കണം. അത് നിങ്ങൾ നോക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല, മനസ്സിലാവും. ഇനി മനസ്സിലാവാതെ ഡൗട്ട് വല്ലതും അതിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പക്ഷേ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നമുക്കിനി ചാപ്റ്റർ വൈസ് പോകുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായ കേസാണ്. കാരണം ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ താമസിച്ചു പോയി. ഇതൊരു ജനുവരി ആയി, അത് ക്ഷമിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് നമുക്ക് പോവുകയും ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഒക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് പോകാം. അല്ലാതെ ഇനി ചാപ്റ്റർ വൈസ് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഏതാണ് ടോപ്പിക് വരുന്നത് നിങ്ങൾ ചോദിക്കുന്ന അതനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്റെ വീഡിയോസ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.